നമസ്കാരം. ശബരിമലയിലെ തിരുവാഭരണ സ്വർണ്ണക്കവർച്ച വിവാദങ്ങളിൽ പ്രതിക്കൂട്ടിലായ മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു അന്തരിച്ചിരിക്കുന്നു. എന്തായാലും ക്യാൻസർ ബാധിതനായി കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത്. കേസിൽ പെടുന്നതുവരെ അതീവ ആരോഗ്യവാനായിരുന്ന ഇദ്ദേഹത്തെ ജയിൽവാസത്തിനു ശേഷമാണ് മാരകമായ രോഗം പിടികൂടിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും പതിപ്പിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായിരുന്ന മുരാരി ബാബു 90 ദിവസത്തോളം ജയിലിലായിരുന്നു. നിശ്ചിത സമയത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം നൽകാതിരുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് സ്വാഭാവികമായ ജാമ്യം ലഭിച്ചത്. എന്നാൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ ശാരീരികമായ അസ്വസ്ഥതകൾ വേട്ടയാടാൻ തുടങ്ങുകയായിരുന്നു. ആദ്യമെല്ലാം വെറും ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് കരുതി അവഗണിച്ചിരുന്നുവെങ്കിലും ശരീരം അതിവേഗം മെലിഞ്ഞുണങ്ങാൻ തുടങ്ങി. ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി കൃത്യമായ ഇടവേളകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയ ഇദ്ദേഹം ഒപ്പിടുമായിരുന്നു. ഓരോ തവണ വരുമ്പോഴും കോലം കെട്ടുപോകുന്ന, അതായത് ശാരീരികമായും ക്ഷീണിച്ചു പോകുന്ന രീതി മുരാരി ബാബുവിനോട് പോലീസുകാർ തന്നെ കാര്യങ്ങൾ തിരക്കിയിരുന്നു. അപ്പോഴെല്ലാം ദഹനക്കേടിന്റെ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞൊഴിഞ്ഞു മാറിയിരുന്നത്. ഒടുവിലത്തെ തവണ ഒപ്പിടാൻ എത്തിയപ്പോൾ നടത്തിയ വെളിപ്പെടുത്തൽ കേട്ടാണ് സ്റ്റേഷനിലുള്ളവർ ഒന്നടങ്കം ഞെട്ടിയത്. തനിക്ക് അർബുദമാണെന്നും രോഗം അതിന്റെ അവസാന ഘട്ടമായ 4ാം സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും എല്ലാം അയ്യപ്പൻ നേരിട്ട് നൽകിയ ശിക്ഷയാണെന്നും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വികാരധീരനായി പറഞ്ഞുകൊണ്ടായിരുന്നു ഇദ്ദേഹം അന്ന് മടങ്ങിയത്. രോഗം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും അടിയന്തര ശസ്ത്രക്രിയ നിശ്ചയിക്കുകയും ചെയ്തു. എങ്കിലും അതിനു മുൻപേ മരണം സംഭവിക്കുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ വിടവാങ്ങിയെങ്കിലും കേസിലെ കുറ്റപത്ര സമർപ്പണം അവസാന ഘട്ടത്തിലായതിനാൽ പ്രതികളുടെ വിയോഗം തുടർ നടപടികളെ ഒട്ടും ബാധിക്കില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരി പെരുന്നയിലെ ഒരു സാധാരണ ചുറ്റുപാടിൽ നിന്നാണ് മുരാരി ബാബുവിന്റെ വളർച്ച. പിതാവിന്റെ ചെറിയ പെട്ടിക്കടയിലെ വരുമാനത്തിൽ ഒതുങ്ങിയിരുന്ന കുടുംബത്തിലെ യുവാവിന് 1994ലാണ് കേരള പോലീസിൽ കോൺസ്റ്റബിളായി ജോലി ലഭിക്കുന്നത്. കണ്ണൂരിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനിംഗ് ചേർന്നുവെങ്കിലും കഠിനമായ പരിശീലനം പൂർത്തിയാക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല. പോലീസ് കുപ്പായം ഊരിവെച്ച് 1997 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക ജീവനക്കാരനായി കയറിയതോടെയാണ് ഇദ്ദേഹത്തിന്റെ ജാതകം മാറുന്നത്. എന്തായാലും ബോർഡിലെ ഒരു പ്രബല ഉദ്യോഗസ്ഥന്റെ വിശ്വസ്തനായി മാറിയ മുരാരി ബാബുവിന് വൈകാതെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ക്ലർക്കായി സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് വൈക്കം, തിരുനക്കര ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളുടെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ പദവിയിലേക്ക് വഴിവിട്ട രീതിയിൽ ഇദ്ദേഹം ഉയർത്തപ്പെട്ടു. ചുരുങ്ങിയ കാലത്തെ ദേവസ്വം ബോർഡ് ജോലിയിലൂടെ ഇദ്ദേഹം കോടികളുടെ അവിവിഹിത സ്വത്ത് സമ്പാദിച്ചു എന്നാണ് SIT കണ്ടെത്തിയത്. ശബരിമലയിൽ വൻ സ്വർണ്ണ കവർച്ച നടന്ന 2019 തന്നെ പെരുന്നയിലെ തറവാട് പൊളിച്ച് 2 കോടിയോളം രൂപ ചെലവിട്ട് ആഡംബര കൊട്ടാരം പടുതുയർത്തിയതും ഇദ്ദേഹം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. എന്തായാലും മുരാരി ബാബു കാലുകുത്തിയ ദേവസ്വം കേന്ദ്രങ്ങളിലെല്ലാം വൻ അഴിമതികളും ദുരൂഹതകളും നിഴലിച്ചിരുന്നു. വൈക്കത്തും തിരുനക്കരയിലും ഉത്സവങ്ങൾക്ക് ആനകളെ കരാറെടുത്തതിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതിനു പിന്നിലും തിരുവാഭരണം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിൽ നിന്നും 6 വിലപിടിപ്പുള്ള ഉരുപ്പടികൾ അപ്രത്യക്ഷമായി 16 ദിവസത്തിന് ശേഷം തിരികെ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്തായാലും അഴിമതി കേസുകൾ പ്രതിയായവരെ ശബരിമലയിലെ പ്രധാന തസ്തികൾ നിയമിക്കരുത് എന്ന ഉന്നത കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് രാഷ്ട്രീയ സമുദായ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് മുരാരി ബാബു ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി കൈക്കലാക്കിയത്. പെരുന്നയിലെ NSS ഭാരവാഹിയായിരുന്ന ഇദ്ദേഹം പ്രമുഖ സമുദായ നേതാക്കൾ ഭരിക്കുന്ന മുന്നണിയിലെ CITU സംഘടനയുടെയും ഒത്താശയോടെയാണ് ദേവസ്വം ബോർഡിനെ പോലെ വിരൽത്തുമ്പിൽ നിർത്തിയിരിക്കുന്നത്.